അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 23-ാം യൂണിറ്റിലെ യൂസുഫ് ഇദ്രീസിനെ കുറിച്ചുള്ള പാഠഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതിലാദ്യം അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ബയോഡാറ്റ കൊടുത്തിട്ടുണ്ട്. 1927 മുതൽ 1991 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം വളരെയധികം പ്രസിദ്ധനായിട്ടുള്ള ഒരു സ്റ്റോറി റൈറ്ററും അതേപോലെ തന്നെ കഥയും അതേപോലെ നാടകങ്ങളും നോവലുകളൊക്കെ എഴുതിയിരുന്ന ഒരു ഈജിപ്ഷ്യൻ സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. ഒന്നിലധികം തവണ അദ്ദേഹം നോബൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് അറബിക് നോവലുകളുടെ നേതാവായിട്ട് നജീബ് മഹ്ഫൂദിനെയും അതേപോലെ തന്നെ അറബിക് ഡ്രാമകളുടെ നേതാവായിട്ട് തൗഫീഖുൽ ഹക്കീമിനെയൊക്കെ പരിഗണിക്കുന്നത് പോലെ അറബിക് ഷോർട്ട് സ്റ്റോറികളുടെ നേതാവായിട്ട് നമുക്ക് യൂസുഫ് ഇദ്രീസിനെയും പരിഗണിക്കാവുന്നതാണ്. 1927 ബീറൂം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവിന് ഈ സ്ഥലങ്ങളൊക്കെ കൃഷിക്ക് പാകമാവുന്ന രീതിയിൽ ആക്കി കൊടുക്കുക, കൃഷിക്കായിട്ട് സ്ഥലം ഒരുക്കി കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളായിരുന്നു. അത് കാരണത്താൽ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയുമ്മയോടുകൂടെ ജദ്ദത്തിനോട് കൂടിയാണ് ഇദ്ദേഹം യൂസുഫ് ഇദ്രീസ് ചെറുപ്പകാലങ്ങളിൽ ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രാമങ്ങളിലുള്ള ജീവിതം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലും അതേപോലെ തന്നെ സാഹിത്യത്തിലും എഴുത്തിലൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അദ്ദേഹത്തിന് വളരെയധികം തിബിലും അതേപോലെ തന്നെ മെഡിസിനിലും അതേപോലെ തന്നെ കെമിസ്ട്രിയിലൊക്കെ വളരെയധികം താല്പര്യമുള്ള ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഇന്ന് കൈറോ യൂണിവേഴ്സിറ്റി എന്ന് അറിയപ്പെടുന്ന അന്ന് ജാമിയത്തു ഫുആദുൽ അവൽ എന്ന് പറയുന്ന ആ യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ കുല്ലിയത്തു തിബിൽ അദ്ദേഹത്തിന് അഡ്മിഷനും ലഭിച്ചിരുന്നു. ആ ഒരു കാലത്ത് തന്നെ ഒരുപാട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫൈറ്റുകളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട് ആ ഒരു കോളേജ് കാലത്ത് തന്നെ. പിന്നീട് അദ്ദേഹം 1951 ലജനത്തു ദിഫാ ആൻഡ് ഹുഖൂഖി ത്വലബ എന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലാണ്. ആ കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ആ ഒരു സമയത്ത് വിപ്ലവാത്മകമായിട്ടുള്ള മാഗസിനുകൾ ഈ വിദ്യാർത്ഥികൾക്കിടയിലെല്ലാം അദ്ദേഹം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയുണ്ടായി. ആ മാഗസിനുകളിൽ മാർക്സിയ മാർക്സിസത്തിനെയും അതേപോലെ തന്നെ ഷുയൂഇയ്യ കമ്മ്യൂണിസത്തിനെയും അതുപോലെ തന്നെ വിപ്ലവാത്മകമായിട്ടുള്ള ചിന്തകളെയും സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്ന മാഗസിനുകളായിരുന്നു അതൊക്കെ വിദ്യാർത്ഥികൾക്ക് എന്താണ് അദ്ദേഹം ഒരുപാട് കൊടുക്കുകയുണ്ടായി. 1951 അദ്ദേഹത്തിന് തിബിൽ അദ്ദേഹത്തിന് BA കരസ്ഥമായതിനു ശേഷം അദ്ദേഹം ഖസ്റുൽ ഐനി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹം ഡോക്ടറായിട്ട് സേവനം ചെയ്യുന്നുണ്ട്. 1960 അദ്ദേഹം അതിൽ നിന്ന് വിരമിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ എഴുത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. പിന്നീട് ജരീദത്തുൽ ജംഹൂരിയ എന്ന് പറയുന്ന പത്രത്തിൽ അദ്ദേഹം എഡിറ്റർ ആവുകയും അതിനുശേഷം ജരീദത്തുൽ അഹ്റാം എന്ന് പറയുന്ന പത്രത്തിൽ 1973 അദ്ദേഹം ഒരു റൈറ്ററായി നിയമമാവുകയും ചെയ്തു. ഈ എഴുത്തുപരമായിട്ടുള്ള ഒരുപാട് സംഘടനയിൽ അദ്ദേഹം മെമ്പറായിരുന്നു. ഇതുപോലെ നാദി കിസ്സ, ജമഇയ്യത്തുൽ അദിബ്ബ, ഇത്തിഹാദുൽ കുത്താബ്, അങ്ങനെയുള്ള ഒരുപാട് ഈ എഴുത്തുപരമായിട്ടുള്ള സംഘടനകളിലൊക്കെ അദ്ദേഹം മെമ്പർ കൂടെയായിരുന്നു. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, അമേരിക്ക, ജപ്പാൻ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം യാത്ര നടത്തിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം അദ്ദേഹം ഒരുപാട് പാഠങ്ങളും ഒരുപാട് എക്സ്പീരിയൻസുകളും അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ഈ യാത്രകളുടെ എല്ലാം സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ജാമിയയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കഥകളെല്ലാം എഴുതുകയും അദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാർക്കിടയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ആ കാലത്ത് തന്നെ റൗസുൽ യൂസുഫ് എന്ന് പറയുന്ന ഒരു മാഗസീനിൽ അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം അദ്ദേഹം പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ടുള്ള കഥാസമാഹാരം 1954 പുറത്തിറങ്ങുന്നത്. അർഹസുൽ ലയാലി എന്നായിരുന്നു അതിൻ്റെ പേര്. പിന്നീട് ഒരുപാട് കഥാസമാഹാരങ്ങൾ അദ്ദേഹം എഴുതുന്നുണ്ട്. ഏകദേശം 12ഓളം കഥാസമാഹാരങ്ങളും പിന്നീട് ഒരുപാട് ലേഖനങ്ങളും ഡ്രാമകളും നോവലുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഈ പാവപ്പെട്ട ആളുകളുടെ ദാരിദ്ര്യവും അതേപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളും അവരുടെ സാഹചര്യവും കാര്യങ്ങളെല്ലാം അദ്ദേഹം വലിയ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹാദിസ ഷറഫ് എന്ന് പറയുന്ന ആ ഒരു കഥ അത് സിനിമയാക്കുന്ന സമയത്ത് അദ്ദേഹം വളരെയധികം പോപ്പുലർ ആവുകയും ഫേമസ് ആവുകയും ചെയ്തു. അദ്ദേഹം ഈജിപ്ഷ്യൻ ജേർണലിസത്തിൽ ഈ ചെറിയ കഥകളുടെ കിസ്സത്തുൽ ഖസീറയുടെ റയീസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾക്കായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുറച്ച് ചെറിയ കഥാസമാഹാരങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അർഹസുൽ ലയാലി, ജംഹൂരിയത്ത് ഫർഹാത്ത്, ബത്തൽ, ഹാദിസ ഷറഫ, അലൈസ കദാലിക്, അങ്ങനെ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഏതെങ്കിലും കുറച്ചെണ്ണം പഠിച്ചു വെക്കാം. ഇതിൽ അധികവും എന്ത് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചെറുകഥകളിൽ നിന്ന് ഒരു കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നദറ എന്നാണ് ആ കഥയുടെ പേര്. കഥ ഒരു ചെറിയ പെൺകുട്ടിയെക്കുറിച്ചുള്ളതാണ്. ആ പെൺകുട്ടി തലയിൽ വസ്തുക്കളെല്ലാം ചുമടുകളെല്ലാം ചുമന്ന് കൊണ്ടുപോയി അതെല്ലാം വിൽക്കുന്ന ഒരു ജോലിയാണ് ആ പെൺകുട്ടി ചെയ്യുന്നിട്ടുള്ളത്. ആ പെൺകുട്ടിയുടെ തലയിലുള്ള ചുമട്
ചെറുതായിട്ടൊന്ന് ചെരിയുന്ന സമയത്ത് ഒരാളോട് വന്ന് സഹായം ചോദിക്കുന്നുണ്ട്. ആ സഹായം ചോദിക്കുന്ന ആ ഒരു അവസരമാണ് ഈ കഥയിൽ വിശദീകരിക്കുന്നത്. ആ ചുമടുകൾ നേരെയാക്കി തരാൻ, ആ ചെരിഞ്ഞ ചുമടുകൾ നേരെയാക്കി തരാൻ വേണ്ടിയിട്ട് ഒരാളോട് വന്ന് ചോദിക്കുകയാണ്. അയാളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അയാളിങ്ങനെ ഉള്ളിൽ പറയുന്നത് പോലെയാണ് ഈ കഥ യൂസുഫ് ഇദ്രീസ് രചിച്ചിട്ടുള്ളത്. അയാളിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്നെ പോലെയുള്ള ഒരു അപരിചിതനോട് ഇത്തരത്തിലുള്ള ഒരു ചെറിയ പെൺകുട്ടി വന്ന് വളരെ നിഷ്കളങ്കമായിട്ട് അവളുടെ തലയിലുള്ള ചുമടുകളെ ശരിയാക്കി തരാൻ ചോദിക്കുന്നത് വളരെ അപൂർവം തന്നെയാണ്. അവൾ ചുമക്കുന്നതാണെങ്കിലോ വലിയ വലിയ ഭാണ്ഡങ്ങളാണ് അവൾ ചുമക്കുന്നത്. അവളുടെ തലയ്ക്ക് മേൽ ഈ ചീനച്ചട്ടി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അങ്ങനെയുള്ള ചട്ടികളുണ്ട്. ഈ അടുപ്പിൽ വെക്കുന്ന പൊട്ടാറ്റോ ഒക്കെ ഇടുന്ന ആ രീതിയിലുള്ള ചട്ടികളുണ്ട്. അതിനു മുകളിൽ വലിയ റൊട്ടിയൊക്കെ, ചുട്ട റൊട്ടികളൊക്കെ വെക്കുന്ന പരന്ന വലിയ ഒരു മെറ്റലിൻ്റെ പാത്രവുമുണ്ട്. അവളുടെ തലയിലുണ്ടായിരുന്ന ആ ഒരു വലിയ പാത്രം, ആ മെറ്റലിൻ്റെ പാത്രം ഒന്ന് വീഴാൻ പോയി. ആ സമയത്ത് അവൾ എന്ത് ചെയ്തു, ശക്തമായിട്ട് അതിനെ പിടിച്ചു. ആ സമയത്ത് അവളുടെ തലയിലുണ്ടായിരുന്ന മുഴുവൻ ചുമടും വീഴാനൊരുങ്ങി. ഞാൻ അവളെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷേ ആ ഒരു അന്തളിപ്പ് കുറച്ച് നേരെ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ തലയിലുണ്ടായിരുന്ന ആ ചുമട് ചെരിയുന്നത് കണ്ടപ്പോൾ ഞാൻ വേഗം തന്നെ അത് പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി. അങ്ങനെ അത് പിടിച്ച് നേരെയാക്കാൻ നോക്കുമ്പോൾ, ആ ചീനച്ചട്ടിയൊക്കെ നേരെയാക്കുമ്പോൾ അതിന് മുകളിലുണ്ടായിരുന്ന ആ വലിയ പാത്രം അത് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവും. അതേപോലെ തന്നെ ആ വലിയ പാത്രം ശരിയാക്കുമ്പോൾ ആ ചീനച്ചട്ടികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചായും. ഇനി രണ്ടും കൂടെ ശരിയാക്കുമ്പോഴോ ആ പെൺകുട്ടിയുടെ തല അങ്ങോട്ടോ ഇങ്ങോട്ടോ ചായും. ഏതായാലും ശരിയാക്കാൻ കഴിയുന്നില്ല. ഒടുക്കം ഞാൻ അതിനെ മുഴുവനായിട്ടും ഫിക്സ് ചെയ്തു. ആ ഒരു സമയത്ത് എനിക്ക് എന്തെന്നില്ലാത്തൊരു ആശ്വാസം തോന്നി. അവളുടെ ചുമടൊക്കെ മുഴുവൻ ശരിയാക്കി കൊടുത്തതിന് ശേഷം ഞാൻ അവളോട് പറഞ്ഞു, ആ അടുത്തുള്ള ഒരു അടുപ്പുണ്ട്, ആ അടുപ്പിലേക്ക് പോയിട്ട് ആ അടുപ്പിൻ്റെ മേൽ ഈ വലിയ പാത്രം വെക്കുക. എന്നിട്ട് ഈ ചെറിയ ചട്ടികൾ കൊണ്ടുപോയി പിന്നീട് വന്നതിന് ശേഷം ഈ വലിയ പാത്രം എടുത്തു കൊണ്ടുപോയാൽ പോരെ, ഇതൊരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ എന്ന് ഞാൻ അവളോട് പറഞ്ഞു. പക്ഷേ അവളത് കേട്ടിട്ടില്ല. അവളുടെ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവളുടെ തല പോലും എനിക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം ഈ ചുമടുകൾ അവളുടെ തലയെ മറക്കുന്നുണ്ട്. അവൾ കുറച്ച് നേരം അവിടെ നോക്കി നിന്നാണ്ട് പിന്നെ പോയി. അവളെന്തോ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്തോ പിറുപിറുക്കുന്നുണ്ട്. അതിൽ ഒന്നും എനിക്ക് മനസ്സിലായില്ല, സിത്തി എന്നുള്ള ഒരു വാക്കല്ലാതെ. സിത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഡം എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ്. ഞാൻ അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. ആ കാറുകളാലൊക്കെ തിരക്ക് കൂടിയ ആ വിശാലമായിട്ടുള്ള റോഡ് അവളിങ്ങനെ മുറിച്ച് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവളുടെ വസ്ത്രമാണെങ്കിലോ വളരെയധികം നേർത്ത ഒരു പഴയ വസ്ത്രമാണ്. കണ്ടാൽ അടുപ്പൊക്കെ വൃത്തിയാക്കാൻ വെക്കുന്ന ശീലകഷ്ണം പോലെയുണ്ട് അവളുടെ വസ്ത്രം. അവളുടെ കാലുകളാണെങ്കിലോ അവളുടെ ഉടുപ്പിൻ്റെ കീറിയ ഭാഗത്തിലൂടെ ആ ഒരു തെല്ലിലൂടെ പുറത്തേക്ക് എത്തി നോക്കുന്നത് പോലെയുണ്ട് അവളുടെ രണ്ട് കാലുകൾ. അവളുടെ രണ്ട് കാലുകൾ നീണ്ട രണ്ട് ആണികൾ പോലെയുണ്ട്. അവളുടെ കാലുകൾ, നഗ്നമായിട്ടുള്ള കാലുകൾ പുറത്തേക്ക് വെക്കുമ്പോൾ ഈ കോഴിക്കുട്ടികൾ അവരുടെ നഖങ്ങൾ പുറത്തേക്കിടുന്നത് പോലെയുണ്ട്. അവളിങ്ങനെ മുന്നോട്ട് നടന്നു പോവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവളുടെ മുഖത്തുള്ള കണ്ണുകൾ കൊണ്ട് അവർ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവിടെ മുഖത്തുള്ള രണ്ട് ദോരങ്ങൾ എന്നാണ് പറയുന്നത്, കണ്ണുകളാണ് ഉദ്ദേശിക്കുന്നത്. പതിയെ ഉറച്ച കാൽപാദങ്ങളുമായിട്ടാണ് അവൾ മുന്നോട്ട് പോകുന്നത്. എങ്കിലും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അവൾ ചായുന്നുണ്ട്. ഒരുപാട് നേരം ഞാൻ അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. അവളുടെ ആ ഒരു ചലനം എന്നെ വലിച്ചെടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഓരോ സെക്കൻഡിലും എന്തോ ഒരു ദുരന്തം സംഭവിക്കുമെന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വലിയ ആളുകൾ റോഡ് മുറിച്ച് കടക്കുന്നത് പോലെ അവർ റോഡ് മുറിച്ച് കടന്നാണ്ട് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ എൻ്റെ കൺവെർട്ടിൽ നിന്ന് മറയാനാവുമ്പോൾ പെട്ടെന്ന് അവൾ അവിടെ നിന്നു. അവൾ ചലിക്കുന്നില്ല. അവൾക്ക് എന്തോ പറ്റിയെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി. ആ സമയത്ത് എന്നെ ഒരു വണ്ടി ഇടിക്കാനും വരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ അവളുടെ അടുക്കലേക്ക് പോയി. അവളുടെ അടുക്കലെത്തിയപ്പോൾ ഒരു കുഴപ്പവുമില്ല, അവളിങ്ങനെ അവിടെ നിൽക്കുകയാണ്. അവളുടെ തലയിലുള്ള ചട്ടികളും ആ പാത്രവുമെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അവളിങ്ങനെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കുന്ന സമയത്ത് അവളുടെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഒരു റബ്ബർ പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ട് അവർ ചിരിക്കുകയും അട്ടഹസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് അവളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഞാൻ നോക്കുന്നതായിട്ട് അവൾ എന്നെ കാണുന്നില്ല, പക്ഷേ അവൾ ആ കുട്ടികളെങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് സമയം നിന്നതിന് ശേഷം അവൾ വീണ്ടും അവളുടെ യാത്ര തുടർന്നു. വീണ്ടും ഒരുപാട് നേരം പോയി. എൻ്റെ കൺവെർട്ടിൽ നിന്ന് മറയാൻ നേരത്ത് അവളൊന്ന് അവിടെ നിന്നു. എന്നിട്ട് പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ ഒപ്പം അവളുടെ തലയിലുള്ള ആ ചുമടും പതിയെ തിരിയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ കുട്ടികളെ കുറച്ച് നേരം കൂടി അവൾ നോക്കി.
പിന്നീട് അവൾ എൻ്റെ കൺവട്ടത്തിൽ നിന്ന് മറഞ്ഞുപോയി. അപ്പോൾ ഇത് ചെറിയൊരു കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.